അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് വരുന്ന അസുഖത്തെക്കുറിച്ചും അതിനുള്ളതായ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളതായ പ്രതിവിധികളുമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴി വളർത്തലിനെ കുറിച്ചും അതുപോലെ അവരുടെ ആഹാരത്തെക്കുറിച്ചും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ആഹാരം ഉണ്ടാക്കാമെന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് അപ്പം ഇനി അടുത്ത വീഡിയോ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇനി നമ്മൾ അവരുടെ അസുഖത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നതായ ഓരോ മരുന്നുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. വളരെ ഈസി ആയിട്ടുള്ള മരുന്നുകളും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകളുമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വരും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം, തുടങ്ങാം. അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ നമ്മുടെ കോഴി വളർത്തലിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പച്ചക്കറി കൃഷിയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഇനം വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ കോഴി വളർത്തൽ ലാഭകരമല്ല എന്ന് പലരും പറയാറുണ്ട് അല്ലേ? ലാഭകരമാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൈത്തീറ്റയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് കോഴി വളർത്തൽ ലാഭകരമാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കോഴികൾക്ക് കണ്ട തീറ്റയൊക്കെ കൊടുത്തിട്ട് അവർ സന്തോഷത്തോടെ ഇന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണേ. ആദ്യം തന്നെ ഞാൻ ഈ കോഴി എടുത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഈ കോഴിയാണെന്നുണ്ടെങ്കിൽ വയ്യാതെ കുറച്ച് ദിവസം നിന്ന് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് മറ്റുള്ള കോഴികളെല്ലാം കൂടെ അതിനെ കൊത്തി ഒരു പരുവാക്കി, എന്നിട്ട് അതങ്ങ് ചാവാറായ രീതിയിലായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടിൻ്റെ കീഴിൽ നിന്ന് നമ്മുടെ കരിയില മാന്തി വെച്ചിട്ട് എടുത്തിട്ട് അവൾക്ക് ഞാൻ 1-2 മരുന്നൊക്കെ തേച്ച് കൊടുത്തു. അതിൻ്റെ ഉള്ളിലും കൊടുത്തപ്പോൾ ഈ കോഴി രക്ഷപ്പെട്ടു. ഇപ്പം നല്ല മിടുക്കിയായിട്ടിരിക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ. കണ്ടോ, ഈ തലഭാഗം എല്ലാം കൊത്തി ഇവിടെ ഒന്നും രോമമൊന്നും ഇല്ല കേട്ടോ, മാംസം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബെറ്റാഡിൻ തേച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് സെപ്പറേറ്റ് ഒരു കൂട്ടിനകത്താക്കി, എന്നിട്ട് ബെറ്റാഡിൻ നന്നായിട്ട് തേച്ച് കൊടുത്തു. ഒരു രാവിലെയും വൈകുന്നേരവും തേച്ച് കൊടുത്തു. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിക്സാണ്. വിക്സ് നമ്മൾ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എനിക്ക് എല്ലാത്തിനും വിക്സാണ് പ്രയോഗം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിറക് അങ്ങോട്ട് പൊക്കിയിട്ട് ഈ ചിറകിൻ്റെ ഭാഗത്ത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തു. ഇവിടെ ഇപ്പുറത്തെ ചിറകിൻ്റെ കീഴിൽ നന്നായിട്ട് തേച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇവിടെ എല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തു. ഉണ്ട്, നമുക്ക് തേക്കുമല്ലോ, നമ്മളിപ്പോൾ ഒരു പനി വന്നാൽ എങ്ങനെ തേക്കുന്നത് അതേപോലെ ഇവിടെ എല്ലാം തേച്ച് കൊടുത്തു. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് തടവി കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വയ്യാതെ നമ്മുടെ കോഴികൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളവരെ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കോഴികളെ ഏതെങ്കിലും തീറ്റ എന്നാതെ മാറി നിൽക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണോ, വാടി തളർന്നിരിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ നിന്നാൽ ആ കോഴി ചത്തുപോകത്തേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നാമത് തൂങ്ങി നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ കോഴി എടുത്ത് ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഈ വിക്സ് 2-3 പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് തുമ്മലോ ചീറ്റലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ വയ്യാതെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമുറി പാരസെറ്റാമോൾ എടുത്തിട്ട് കോഴിക്ക് കലക്കി അതിൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ട് മടിയിലോട്ട് വെച്ചിട്ട് വായി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ കണ്ടോ, അണ്ടേ, ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഒരു വിരൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് വായിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അവരവിടെ ഇരുന്നങ്ങ് കുടിച്ചോളൂ. എന്നിട്ട് എല്ലാം കുടിച്ചു തീർന്നിട്ട് മാത്രമേ നമ്മുടെ ഈ വിരലങ്ങ് മാറ്റാവൂ. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കോഴിയുടെ പാദം ഉണ്ടല്ലോ, ഈ പാദം ഭാഗം ഇവിടെ വീർത്ത് വരും. ഈ ഭാഗം വീർത്ത് വരുന്ന ഒരു രോഗമുണ്ട് ഈ ഭാഗം. അപ്പോൾ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ ഭാഗം വീർത്ത് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. കാല് വീർത്ത് ഇങ്ങനെ വരുമ്പോഴും നമ്മൾ കാൽസ്യം ഗുളിക ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ കാൽസ്യം ഗുളിയൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊരു അരമുറി എടുത്തിട്ട് അവർക്ക് പൊടിച്ച് ഈ പറഞ്ഞ മാതിരി പാരസെറ്റമോൾ കൊടുക്കുന്ന മാതിരി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെയും ഒരു അരഭാഗം കൊടുക്കുക, വൈകുന്നേരം ഒരു അരഭാഗം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 ദിവസം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ ആ അസുഖം അങ്ങ് മാറിക്കിട്ടും. കഴിവിൻ്റെ പരമാവധി നമ്മുടെ കോഴിക്കോ പട്ടിക്കോ അതേപോലെ നമ്മുടെ ആടിനോ ഒക്കെ അസുഖം വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. നമ്മുടെ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു മണിക്കുട്ടിയെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ആട്ടുംകുട്ടി ഉണ്ടായിരുന്നല്ലോ. വീഡിയോ കാണുന്ന പലർക്കും അറിയാനായിട്ട് സാധിക്കും. അവൾക്ക് ഒരു ലൂസ് മോഷൻ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവസാനം അവൾ എല്ലാം തൊലിയായി എന്ന് പറഞ്ഞാൽ മതി. അവർ മരുന്ന് കൊടുത്തു, ഇഞ്ചക്ഷൻ വെച്ചു, അതൊരു പരുവായി. അവസാനം ഞങ്ങൾക്കതിനെ അത് മരിച്ചു. അതിനെ ഇവിടെ നമുക്ക് അടക്കേണ്ടി വന്നു. അത് ഭയങ്കര ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നി. അതിൽ പിന്നെ ഇവർക്കൊന്നും നമ്മൾ മരുന്ന് കൊടുക്കാറില്ല. നമ്മുടെ ബ്രൂണോയും ബ്രൗണിയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ആഹാരം കഴിക്കാതിരുന്നാലും നമ്മൾ
മരുന്നുകളൊന്നും അവർക്ക് കൊടുക്കാറില്ല. കാരണം അവരുടെ അസുഖം അവർ തന്നെ അങ്ങ് മാറ്റിക്കൊള്ളും. കാരണം 2-3 ദിവസം അവർ ആഹാരമൊക്കെ കഴിക്കാതിരുന്നാലും വയറ്റിൻ്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറമ്പിലോട്ട് അവരെ വിടുമ്പോൾ അവർക്ക് വേണ്ടതായ മരുന്നുകളൊക്കെ പറമ്പിൽ തന്നെയുണ്ട്. ഓരോ ഇലകളൊക്കെ കഴിച്ചിട്ട് അവരുടെ അസുഖമൊക്കെ അവരങ്ങ് മാറ്റിക്കോളും. ഇപ്പോൾ ഈ കോഴികളൊക്കെ വളർത്തുമ്പോൾ കോഴിയെ നടക്കാതെ കാലുകളൊക്കെ തളർന്നിട്ട് കുത്തിയിരിക്കുന്ന ഒരു ഇതൊക്കെ കാണാറുണ്ട് അല്ലേ? പലർക്കും കാണാറുണ്ട്. കോഴിയെ വളർത്തുന്നവർക്ക് അറിയാം ഓരോ അസുഖങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നുള്ളത് നിരീക്ഷിക്കുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും, കോഴിയെ വളർത്തുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിയുടെ കാലിലൊക്കെ അങ്ങോട്ട് നല്ലതുപോലെ ഇച്ചിരി എണ്ണ, ഏതെങ്കിലും എണ്ണവർഗ്ഗങ്ങൾ മതി, അല്ലെങ്കിൽ ഈ വിക്സ് തന്നെ ആയാലും മതി കേട്ടോ. വിക്സോ എണ്ണയോ എടുത്തിട്ട് അവരുടെ കാലയിൽ നമ്മുടെ കയ്യിലോട്ട് എണ്ണ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് തടവി കൊടുക്കണം. ഉണ്ടോ? ഇതൊക്കെ വളർത്തുന്നതിന് ഇച്ചിരി പാടും പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ. മുട്ട മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. കോഴിയെ വളർത്തുമ്പോൾ ഇവരെ ഇങ്ങനെ മനുഷ്യനെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അവർക്ക് മരുന്ന് കൊടുക്കുന്ന മാതിരി നമ്മൾ മരുന്ന് കഴിക്കുന്ന മാതിരി നമ്മുടെ ഈ ജന്തുക്കൾക്കും ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ അസുഖങ്ങൾ വരും. അവർക്കെല്ലാം നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കണം, തടവി കൊടുക്കണം, എങ്കിലേ നമുക്ക് മുട്ടയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ മുട്ട മാത്രം എടുക്കാമെന്ന് പറഞ്ഞ് കോഴിയെ വളർത്തിയാലും നമുക്ക് മുട്ടയൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ കാലുകൾ നന്നായിട്ട് തടവി കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികൾക്കാണെങ്കിൽ കോഴികളുടെ തലയിലൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ കുരുപ്പ് വരുന്നതായ ഒരു അസുഖമുണ്ട്, കൺകുരു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുവേണമെന്നറിയാമോ? ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടെ അരച്ച് തേച്ച് നമ്മുടെ കോഴിക്ക് എവിടെയൊക്കെയാണോ കുരുക്കൾ കാണുന്നത് അവിടെ എല്ലാം നന്നായിട്ട് തടവി കൊടുക്കുക. പിന്നെ ചിലരൊക്കെ ഉണ്ട് മണ്ണെണ്ണ തേക്കാറുണ്ട്. പണ്ടൊക്കെ മണ്ണെണ്ണയായിരുന്നു തേക്കുന്നത്. കണ്ണിലൊന്നും ആകാതെ ആ കുരുവിൻ്റെ മുകളിലൊക്കെ നമ്മൾ മണ്ണെണ്ണ തൊട്ട് തേച്ച് കൊടുത്താലും ഈ കൺകുരുവൊക്കെ അടർന്ന് പൊക്കോളും. പിന്നെ അടുത്തൊരു അസുഖം വരുന്നതാണ് നമ്മുടെ കോഴികൾ കണ്ണും അടച്ചങ്ങിരിക്കും, കണ്ണ് തുറക്കത്തില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു കണ്ണ് അടഞ്ഞിരിക്കും, പിന്നെ നോക്കുമ്പോൾ 2 കണ്ണും അടഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പം വാങ്ങിച്ച് BB380 കോഴി കുഞ്ഞുങ്ങളുടെ ഒരെണ്ണം ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. നമുക്ക് ആഹാരമൊന്നും കഴിക്കാനോ നോക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴെന്താണ്, ഒരു കണ്ണ് അടഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയപ്പം കാണാം കുറേ വെള്ളം അതിനകത്ത് നിന്ന് ചാടി. അത് എന്താണോ എന്തോ, പഴുപ്പാന്നോ വെള്ളമാണോ എന്നറിയാൻ വയ്യ. എന്താണെന്നെങ്കിലും ഞാൻ അതിൻ്റെ കൺപോളയിലോട്ട് സ്വല്പം വിക്സ് എടുത്തങ്ങ് തേച്ചു. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. 2-3 പ്രാവശ്യം ഇങ്ങനെ തേച്ച് കൊടുത്തപ്പോൾ അതങ്ങ് മാറി. പിന്നെ ഞാൻ എപ്പോഴും ചെന്ന് നോക്കും ആ കോഴിയുടെ കണ്ണ് പിന്നെ അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു, ആ വിക്സ് കൊണ്ട് അതങ്ങ് മാറിക്കിട്ടി. അപ്പം നമ്മുടെ കയ്യിലുള്ളതായ ഇങ്ങനെ ഓരോ പൊട്ടും മരുന്നുകൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതായ കൊച്ചു മരുന്നുകൾ നമ്മുടെ കോഴിക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്ക് കോഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ അരച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവർക്ക് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. രോഗപ്രതിരോധ ശക്തിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ കാൽസ്യം ഗുളികയൊക്കെ നമ്മുടെ ആഹാരത്തിനകത്ത് പൊടിച്ച് അവർക്ക് കൊടുക്കുന്നത് ആഹാരത്തിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ അസോള ചേർത്ത് കൊടുക്കാം. അതൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് അവരുടെ മുട്ടയിടാനൊക്കെ അവർക്ക് ഏറ്റവും നല്ലതാണ് ഈ അസോള എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ പറമ്പിലെ പച്ചിലകളൊക്കെ കൊടുക്കാം. പിന്നെ തുളസി ഇല, അതേപോലെ തന്നെ പനിക്കൂർക്ക ഇല, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കോഴി വളർത്തലൊന്നും നമുക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നുകയില്ല. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ ഒരു 10 കോഴിയെങ്കിലും നമ്മൾ വളർത്തുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒന്നാന്തരം മുട്ടയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോഴിയെ വളർത്തുന്നത് നമ്മൾ മുട്ടയ്ക്കും ഇറച്ചിക്കും വളത്തിനുമൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപകരിക്കും. അപ്പം തീർച്ചയായിട്ടും ഒരു 10 കോഴിയൊക്കെ നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തെ ഏതെങ്കിലും ഒരു കോണിലോ ഒരു കൂട് വെക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം കോഴിയെ വളർത്തുന്നവർക്കൊക്കെ ഈസിയായിട്ട് വളർത്താനും അതുപോലെ തന്നെ അവരുടെ ആഹാര രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴ് നമ്മുടെ ഈ കോഴിക്ക് വരുന്നതായ രോഗത്തെക്കുറിച്ചുള്ളതായ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഒരു ആവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു 10 കോഴിയെങ്കിലും നമ്മൾ വളർത്തുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത മുട്ടയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വളവും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കൂടെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.